നമുക്ക് തുടങ്ങാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ്. പ്രസ്താവന 1 കേട്ടോ. 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു. തെറ്റ്. എന്നാണ് ആരംഭിച്ചത്? നവംബർ 1 1931 നവംബർ 1 എന്താ ആരംഭിച്ചത്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ശരിയാണോ? ശരി. ആരൊക്കെയാണ്? പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത എന്താണ്? നേതാക്കളാണ് അല്ലേ? വേറെ നേതാക്കളുണ്ടാ? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു? കേളപ്പൻ. അപ്പൊ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. അപ്പൊ പ്രസിഡന്റ് ആരാ? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റിനെ ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. ആരാണ്? AKG. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഈ AKGയെ അറസ്റ്റിനെ തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനായി ചുമതല ഏറ്റത് AKG അറസ്റ്റ് ചെയ്തു PM കമലാവതി. ആരാണ്? PM കമലാവതി. AKGയുടെ അറസ്റ്റിനെ തുടർന്ന് വോളണ്ടിയർ ക്യാപ്റ്റനായ വ്യക്തിയാണ് PM കമലാവതി. മറ്റൊരു വ്യക്തിയായിരുന്നു ആര്യ പള്ളം. അപ്പൊ നേതാക്കൾ ഇത്രയും പറഞ്ഞ പറ: കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AKG, PM കമലാവതി, ആര്യ പള്ളം, പി കൃഷ്ണപിള്ള. ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അമ്പലത്തിൽ മണിയടിച്ച അബ്രാഹ്മണനായിരുന്നു ആര്? പി കൃഷ്ണപിള്ള അല്ലേ? അമ്പലത്തിൽ കയറി മണിയടിച്ചു. ആര്? പി കൃഷ്ണപിള്ള. അവിടെ നിന്ന് തല്ലൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങിയിട്ടാണ് പറഞ്ഞ ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും. എന്താ പറഞ്ഞത്? ഉശിരുള്ള നായർ മണിയടിക്കും, ഇലനക്കി നായർ തലക്കടിക്കും അല്ലെ? ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന വിവാദ പ്രസ്താവന നടത്തിയത്. ആരാ? VT ഭട്ടതിരിപ്പാട്. എന്താണ്? ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം. അമ്പലങ്ങളിൽ ആരാധനയ്ക്ക് പകരം അനാചാരങ്ങളാണ് വാഴുന്നതെങ്കിൽ തീ കൊടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞതും ആരാണ്? VT ഭട്ടതിരിപ്പാട്. അമ്പലങ്ങളിൽ ആരാധനയ്ക്ക് പകരം അനാചാരങ്ങളാണ് വാഴുന്നതെങ്കിൽ തീ കൊടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞതും VT ഭട്ടതിരിപ്പാട്. അപ്പൊ നേതാക്കളെ പറ: പി കൃഷ്ണപിള്ള, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AKG, PM കമലാവതി, ആര്യപ്പള്ളം, VT ഭട്ടതിരിപ്പാട് അല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. എന്നാ ആരംഭിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹം? 31 നവംബർ 1 അല്ലെ? ഗുരുവായൂർ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാ ഹിന്ദുക്കൾക്കും എന്ത് ചെയ്യുന്നു? ക്ഷേത്രപ്രവേശനം അല്ലെ? ഗുരുവായൂർ ക്ഷേത്രം ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാലല്ല, ചോദിച്ചിട്ടുണ്ട്. പൊന്നാനി താലൂക്കിലായിരുന്നു. ഏത് താലൂക്കിലായിരുന്നു? പൊന്നാനി. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതാവിനെ ചോദിച്ചാൽ ആരാ പറയും? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ചോദിച്ചാൽ KPCC. നേതാവായിരുന്നു ചോദിച്ചാൽ കെ കേളപ്പൻ. സംഘടന ഏതെന്ന് ചോദിച്ചാൽ KPCC. ഓക്കെ. ഈ KPCC ഒരു സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഏത് സമ്മേളനം? വടകര സമ്മേളനം. ഏത് വർഷമായിരിക്കും? 31 വടകര സമ്മേളനത്തിലാണ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അല്ല, JM സെൻഗുപ്ത. ആരാണ്? JM സെൻഗുപ്ത. JM സെൻഗുപ്ത. ഈ സ്ത്രീ എന്ന് പറഞ്ഞില്ലേ, അതിനെ കണക്ട് ചെയ്ത് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത പറ. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം എന്നറിയപ്പെടുന്നത് 1931 വടകര സമ്മേളനം. എന്താണ് വിശേഷണം പറഞ്ഞേ? കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം എന്നറിയപ്പെടുന്നത് വടകര സമ്മേളനത്തിൽ അല്ലെ? ഈ സമ്മേളനത്തില് അവർണർക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി. അതിന് നേതൃത്വം നെഹ്റു. കെ കേളപ്പൻ അല്ലെ? ഒലക്ക കേട്ടോ? ഇല്ല. നെഹ്റു ഒക്കെ എവിടെ വന്നു? ശരി. ഇനി അടുത്ത നോക്കിയോ. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണോ? ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. ശരിയാണ്. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ശരി അല്ലേ? നമ്മൾ ആരുടെ
നിരാഹാര സത്യാഗ്രഹത്തെ അവസാനിപ്പിച്ചുകൊണ്ടാണ്? കെ കേളപ്പന്റെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്തു? ഗുരുവായൂർ സത്യാഗ്രഹവും അവസാനിച്ചു. എന്നാണ് 1932 ഒക്ടോബർ 2. ഒക്ടോബർ 2 ആയതുകൊണ്ട് ഓർത്ത് വയ്ക്കുക അല്ലേ? ഒക്ടോബർ 2ന്റെ പ്രത്യേകത ഗാന്ധി ജയന്തി. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ചോദ്യം ഞാൻ പറയാം. ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ജാഥ നയിച്ച വ്യക്തി? ടി എസ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ആരാണ്? ടി എസ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഇദ്ദേഹത്തിന് ഒരു വിശേഷണം ഉണ്ടല്ലോ, പാടുന്ന പടവാൾ. എന്താണ്? പാടുന്ന പടവാൾ. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാ? ടി എസ് സുബ്രഹ്മണ്യനെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ്. ആരാണ് വിശേഷിപ്പിച്ചത്? ഇ എം എസ് ആണ് വിശേഷിപ്പിച്ചത് അല്ലേ? ഇദ്ദേഹത്തിന്റെ വരികൾ കേട്ടാ അറിയാം. അതുകൊണ്ടാണ് പാടുന്ന പടവാൾ എന്ന് അറിയപ്പെടുന്നത്. തല നരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. എന്താ പറഞ്ഞേ? തല നരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ. അവിടെ തന്നെ ഒരു തിരുമുമ്പുണ്ട് കേട്ടോ. തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. ഒരു വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗത്തിലൂടെയാണ് ഈ വരികൾ എന്ത് ചെയ്യുന്ന ഫേമസ് ആവുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും ഒന്ന് കേട്ടു വെച്ചോ. ഈ ഗുരുവായൂർ പ്രസംഗം നടത്തിയതിലൂടെ പ്രസിദ്ധനായ നവോത്ഥാന നായകനെ ചോദിച്ചാൽ വാഗ്ഫടാനന്ദൻ. ആരാണ്? വാഗ്ഫടാനന്ദൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ 4 സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ പരിശോധിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയട്ടാ. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി എന്ത് ചെയ്യുക? ചേർക്കുക എന്നാണ് അല്ലേ? നമുക്ക് ചേരുംപടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന്, രണ്ടാം വട്ടമേശ സമ്മേളനം 31 സെപ്റ്റംബറിലാണ് കേട്ടോ. 31 സെപ്റ്റംബറിലാണ്. അപ്പൊ ഒന്നാം വട്ടമേശ സമ്മേളനം എന്നായിരിക്കും? 30 നവംബർ. രണ്ടാമത്തെ 31 സെപ്റ്റംബർ. മൂന്നാമത്തേത് എപ്പോഴായിരിക്കും? 32 നവംബർ. അപ്പൊ 30 നവംബറും 32 നവംബറും ഇടയ്ക്കുള്ളത് 31 സെപ്റ്റംബറും അല്ലേ? ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഉപ്പ് സത്യാഗ്രഹ സമയത്ത് എർവിൻ. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം എന്നാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നു വെച്ചാൽ എർവിൻ. രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളനങ്ങൾ വൈസ്രോയി. അപ്പൊ വൈസ്രോയി മാറും കേട്ടാ. ഇർവിൻ മാറിയിട്ട് അടുത്ത ആരാ വരുന്നത്? വെല്ലിംഗ്ടൺ. ആരാണ് വരുന്നത്? വെല്ലിംഗ്ടൺ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒന്നാമത്തെ വട്ടമേശ സമ്മേളന സമയത്ത് വൈസ്രോയെ ചോദിച്ചാൽ ഇർവിൻ പ്രഭു. 2ലും 3ലും ആണെങ്കിൽ വെല്ലിംഗ്ടൺ. ഗാന്ധിജി പങ്കെടുത്ത ഏതിലാ? 2-ലല്ലേ? അപ്പൊ ഗാന്ധിജി കൂടെ ഒരു മൃഗത്തെയൊക്കെ കൊണ്ടുപോയി. നമ്മൾ വായിച്ചിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ ഇരുന്ന് പറഞ്ഞ കാര്യം. ആട്. ഗാന്ധിജി ആട്ടും പാലേ കുടിക്കുള്ളൂ എന്നുള്ള അല്ലേ? അങ്ങനെ ആടിനെയും കൂടെ കൊണ്ട് എന്ത് ചെയ്തു? വട്ടമേശ സമ്മേളനം സംബന്ധിച്ച് നമുക്കൊരു വേറൊരു ക്ലാസ്സിൽ പറയാം. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓടിച്ചു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കാരണമായ ഒരു ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. എന്നാണെന്ന് അറിയാം? 31 തന്നെ. 31 മാർച്ചിലാണ് കേട്ടോ. 31 മാർച്ചിലാണ്. എന്തായാലും സെപ്റ്റംബറിന് മുന്നേ ആയിരിക്കുമല്ലോ. 31 മാർച്ച് 5-നാണ്. 31 മാർച്ച് 5. ഇത് പ്രകാരമാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഗാന്ധിജിയുടെ ഒരു വനിത ഉണ്ടായിരുന്നല്ലോ, സരോജിനി നായിഡു അല്ലേ? 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ഇന്ത്യക്കാരനെ ചോദിച്ചാൽ അംബേദ്കർ അല്ലേ? ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, സുപ്രു. തേജ് ബഹദൂർ സപ്രു. ആരാണ്? തേജ് ബഹദൂർ സപ്രു. അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തിയാണ് തേജ് ബഹദൂർ സപ്രു. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. ഏത് വർഷം? 39-ലാണ് കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ പറയാം. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇന്ത്യയിൽ പ്രാതിനിധ്യ ഗവൺമെന്റിന് തുടക്കം കൊടുത്തത്. ഈ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? പുതിയ പ്രാതിനിധ്യ സർക്കാരുകൾ ഓരോ പ്രദേശങ്ങളിലും ഓരോ സർക്കാരുകൾ എന്ത് ചെയ്തു? ഉണ്ടാക്കി അല്ലേ? അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു, അവിടെ തിരഞ്ഞെടുത്തു. അതിൽ പ്രധാന ആളായിരുന്നു പ്രധാനമന്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഗവൺമെന്റ് ഓരോ പ്രാദേശിക ഗവൺമെന്റിന്റെ തലവനെ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. ഈ പ്രധാനമന്ത്രിമാർ ആര് പറയണ കേൾക്കണം? ബ്രിട്ടീഷ് ഗവർണർമാർ പറയണ കേൾക്കണം. ഗവർണർമാർ പറയണ കേട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാം.
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയ് ഇർവിൻ മാറി വെല്ലിംഗ്ടൺ വന്നത് ആ പുള്ളി തന്നെയാണ്. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? വെല്ലിംഗ്ടൺ. എന്നാൽ ഈ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയ്, അപ്പം വെല്ലിംഗ്ടൺ മാറി അടുത്ത് മാറി ലിൻ ലിറ്റ്ഗോ. ആരാണ്? ലിൻ ലിറ്റ്ഗോ. അപ്പൊ എന്തായാലും 35 പാസ്സാക്കുന്നത്. 37 സാമ്പത്തിക വർഷം തുടങ്ങണ എന്നാ? ഏപ്രിൽ 1. 1937 ഏപ്രിൽ 1 എന്താ ആരംഭിക്കുന്നത്? അല്ല, എന്താണ് നിലവിൽ വരുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ വൈസ്രോയ് ആയിരുന്നു വെച്ചാൽ ലിൻ ലിറ്റ്ഗോ. ഓക്കെ. ഇനി അതായത് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായല്ലോ. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കോൺഗ്രസ് നേതാക്കൾ ആരെ പിന്തുണയ്ക്കാന്ന് പറഞ്ഞു? ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കാന്ന് പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ പിന്തുണ എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല, വേണ്ട എന്ന് പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് എന്ത് ചെയ്തത്? 1939 പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ എന്ത് ചെയ്തു? രാജിവെച്ചത്. ഈ പ്രവിശ്യകളിൽ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം തിരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറഞ്ഞില്ലേ? 37 തിരഞ്ഞെടുപ്പ് നടന്നത്. 11 പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നതിൽ 8 ആര് ജയിച്ചു? കോൺഗ്രസ് ജയിച്ചു. 11 8 ആര് ജയിച്ചു? കോൺഗ്രസ് ജയിച്ചു. ഓക്കെ. അടുത്ത ഒരു സെന്റൻസ് നോക്കൂ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഏത് വർഷം? 1922. ഏത് സംഭവത്തെ തുടർന്ന്? ചൗരി ചൗര സംഭവം അല്ലേ? ചൗരി ചൗര സംഭവം എന്നാ? 22 ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 5. 1922 ഫെബ്രുവരി 5 എന്ത് ചെയ്ത? ചൗരി ചൗര സംഭവം നടക്കുന്നത്. എത്ര പോലീസുകാർ മരിച്ചു? 22 പോലീസുകാർ മരിച്ചു. ഇവിടെ ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രതിരോധമില്ലാതായി തീരുകയും ജനക്കൂട്ടത്തിന്റെ കാരുണ്യത്തിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത മനുഷ്യരെ കൊലപ്പെടുത്തിയത് ഒരു പ്രകോപനത്തിനും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജി. ഇത് ഉദ്ദേശിച്ചത് ആ പോലീസുകാരെ ഉദ്ദേശിച്ചാണ്. ആ പോലീസുകാരെ ആലോചിച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ കേട്ടോ. പ്രതിരോധമില്ലാതായി തീരുകയും ജനക്കൂട്ടത്തിന്റെ കാരുണ്യത്തിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത മനുഷ്യരെ കൊലപ്പെടുത്തിയത് എന്താ? ഒരു പ്രകോപനത്തിനും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് ഗാന്ധിജി പറഞ്ഞു. ഇതേ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. എന്നാ നിർത്തിയത്? ഫെബ്രുവരി 5 ശേഷം. 22 ഫെബ്രുവരി 5 ശേഷം തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി 6 ഒരു അടുത്ത ദിവസം ഉണ്ട്. അതുവരെ 11 വരെ പോകാം കേട്ടോ. ഫെബ്രുവരി 11 വരെ പോകാം. ഓക്കെ. 1922 ഫെബ്രുവരി 11 എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്തു? നിർത്തിവെച്ചു. ഓക്കെ. ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെ ദേശീയ ദുരന്തം. അതായത് ഇത് ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്. അന്ന് ജയിലിൽ കിടന്നാണ് കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ CR ദാസ് 1-2 വ്യക്തികളൊക്കെ ജയിലിലുണ്ട്. ഓക്കെ. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ആര് ജയിലിൽ പോയത്? സുഭാഷ് ചന്ദ്രബോസ്. പിറ്റന്നാണ് ഗാന്ധിജി എന്ത് ചെയ്ത? നിർത്തിവെച്ച്. ഇവിടെ ഗാന്ധിജി പ്രയോഗിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്. ഒരു സമരവും നമുക്ക് ഒരുപാട് കാലം എന്ത് ചെയ്യാൻ പറ്റില്ല? നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ അതിൻ്റെ ശക്തി കുറയും ഇല്ലേ? നമ്മളൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കണം. പിന്നെ അതിൽ കുറേ പേരെന്ത് ചെയ്യും? കേസാവും, പോലീസ് കേസാവും. കുറേ പേര് അടികൊണ്ട് മടുക്കും അല്ലേ? അങ്ങനെ എന്ത് ചെയ്യും? ശക്തി കുറഞ്ഞു വരും. അപ്പോൾ കുറേ നാൾ ഒരു സമരം എന്ത് ചെയ്യാൻ പറ്റില്ല? നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഇല്ലേ? അതാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം. അത് കഴിഞ്ഞ് നിയമലംഘന പ്രസ്ഥാനം വന്നല്ലോ 30കളിൽ ഇല്ലേ? അപ്പോഴും ഗാന്ധിജി കുറച്ച് നാൾ നിയമലംഘന പ്രസ്ഥാനം ശക്തിയായിട്ട് കൊണ്ടുപോയി. പിന്നീട് എന്ത് ചെയ്തു? ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം എന്ത് ചെയ്തു? നിർത്തിവെച്ചു. പിന്നെ അടുത്ത ഒരു പ്രക്ഷോഭമാണ് ഏത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ. അതിൽ ഗാന്ധിജി പറഞ്ഞ എന്താ? നിർത്തിവെക്കൂ. ഡു ഓർ ഡൈ. ഒന്നീ എന്ത് ചെയ്യും? പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കുക. അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്തേ ഉള്ളൂ? ഇനിയൊരു വിശ്രമമുള്ളൂ എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു. ഇതാണ് ഗാന്ധിജിയുടെ അന്നത്തെ ഐഡിയോളജി. ഇതിനെ എന്ത് ചെയ്തു? വ്യാഖ്യാനിച്ച് പല രൂപങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇന്ന് തലമുറകൾ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്ത് വരുന്നു. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങളെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ. ഈ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു അല്ലേ? ഇത് ഒരു ഹിമാലയ മണ്ടത്തരമായിരുന്നു എന്ന് പിന്നീട് ഗാന്ധിജി എന്നെ എന്ത് ചെയ്തു? അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തെന്ന് വിശേഷിപ്പിച്ചു? ഹിമാലയൻ മണ്ടത്തരമായിരുന്നു എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഓക്കെ. അടുത്തത് ബർദോളി സത്യാഗ്രഹം എന്നാണ്. 1928 ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഈ സത്യാഗ്രഹത്തിന്റെ വിജയത്തോടെയാണ് ഗാന്ധിജി ആർക്ക് പേര് കൊടുത്തത്? സർദാർ എന്ന പേര് കൊടുത്തത് അല്ലേ? അതായത് വെറും വല്ലഭായ് പട്ടേൽ ആയിരുന്നത് പിന്നെന്തായി? സർദാർ വല്ലഭായ് പട്ടേലായി. ഈ
ബർദോളി സത്യാഗ്രഹം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? നികുതി കർഷക നികുതി കൂട്ടിയതല്ലേ? നികുതി ഇതിനെതിരെ നികുതി വർധവിന് എതിരെയായിരുന്നു. ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഗുജറാത്തിലാണ് നടന്നത്. എവിടെയാണ് നടന്നത്? ഗുജറാത്തിലാണ് നടന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതെന്നാണ്? ഒന്നാമത്തെ പ്രസ്താവന, 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. തെറ്റ്. ഏത് വർഷം ക്രിപ്സ് മിഷൻ? 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. ഈ ക്രിപ്സ് മിഷന്റെ തലവൻ സ്റ്റഫോർഡ് ക്രിപ്സ്. ക്ലിയർ ആണ്? ഈ സ്റ്റഫോർഡ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞോ? വിൻസ്റ്റൺ ചർച്ചിൽ. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ഇല്ല, 42 തന്നെ ലിൻ ലിറ്റ്കോ. ആരാണ്? ലിൻ ലിറ്റ്കോ. അപ്പം ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിറ്റ്കോ അല്ലേ? ഈ ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അല്ലെ? ബാങ്കിൽ നിക്ഷേപിക്കാൻ എന്താ തകർന്നു പോകുന്ന ബാങ്ക് മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക്, അതായത് പിന്നീടത്തെ തീയതിയിട്ട ചെക്ക്, ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഈ ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ച ബഹുജന പ്രക്ഷോഭം ചോദിച്ചാൽ 42 ആരംഭിച്ച ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരം ഏതിന്റെ പരാജയത്തെ തുടർന്നാണ്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. ക്രിപ്സ് മിഷന്റെ തലവൻ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ലിൻ ലിറ്റ്കോ പ്രഭു. ക്ലിയർ ആണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. 1944 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. 46 തന്നെയാണ് 3 അംഗങ്ങൾ ഉണ്ടായിരുന്ന. ശരി തന്നെ? ശരി അല്ലേ? ആരൊക്കെയാണ് 3 അംഗങ്ങൾ? അതിന്റെ തലവൻ ആരായിരുന്നു? പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. 3 പേര്. ഒന്നുകൂടെ പറ. പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ഒന്നുകൂടെ പറയോ? പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കിയോ. നേരത്തെ ക്രിപ്സ് മിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി 46 വരുമ്പോൾ അവിടെ 45 ഭരണം മാറും അല്ലേ? വിൻസ്റ്റൺ ചർച്ചിൽ മാറി ആര് വരും? ക്ലമന്റ് ആറ്റ്ലി വരും. ക്ലമന്റ് ആറ്റ്ലി ഏത് പാർട്ടിക്കാരനായിരുന്നു? ലേബർ പാർട്ടി. ക്ലമന്റ് ആറ്റ്ലി ഏത് പാർട്ടിക്കാരനാ? ലേബർ. അപ്പൊ നേരത്തെ വിൻസ്റ്റൺ ചർച്ചിൽ ഏത് പാർട്ടിക്കാരനായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ ഞാൻ മുമ്പ് നിങ്ങളെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. കൺസർവേറ്റീവ് പാർട്ടി. വിൻസ്റ്റൺ ചർച്ചിൽ ഏത് പാർട്ടിക്കാരനായിരുന്നു? കൺസർവേറ്റീവ്. ക്ലമന്റ് ആറ്റ്ലി ലേബർ പാർട്ടി അല്ലേ? ക്ലമന്റ് ആറ്റ്ലി വന്നപ്പോൾ ഒരു ആറ്റ്ലി പ്രഖ്യാപനമൊക്കെ നടന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ക്ലമന്റ് ആറ്റ്ലി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്ത ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നും ഇന്ത്യയിലെ അധികാര കൈമാറ്റം ചെയ്യാമെന്നും ഭരണഘടനാ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞത്. ഏതൊക്കെ പറഞ്ഞു? ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം, ഇന്ത്യയുടെ അധികാര കൈമാറ്റത്തിന് സഹായിക്കാം, ചർച്ചയിലൂടെ സഹായിക്കാം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്ത് ചെയ്യാം? സഹായിക്കാം. ഇതിനൊക്കെ ആറ്റ്ലി പ്രഖ്യാപനത്തിൽ ഉള്ള കാര്യമാണ് അല്ലേ? ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയ് വേവൽ പ്രഭു. ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു? അപ്പൊ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയ്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വേവൽ പ്രഭു. ഓക്കെയാണ് അത്രയും കാര്യങ്ങൾ. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയ 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തില്ല. അവർ വന്നതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നാണ് പറഞ്ഞത് അല്ലെ? നൽകുന്നതിന് വേണ്ടി സഹായിക്കാം, ഭരണഘടന കമ്മിറ്റിയൊക്കെ രൂപീകരിക്കുന്നതിന് സഹായിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പ്രധാന കാരണം എന്താ? 46 കാലഘട്ടമാണ്. യുദ്ധം, 2ാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബ്രിട്ടൻ ക്ഷീണിച്ച് നിൽക്കുകയാണ് അല്ലേ? പിന്നെ ഇന്ത്യയിലെ സമരങ്ങളെ ഇങ്ങനെ ചെറുക്കാൻ ആർക്കും വയ്യ? ബ്രിട്ടന് വയ്യ. അതായത് അന്നത്തെ ബ്രിട്ടനിലെ ജനങ്ങൾ തുണിയുടുക്കാൻ നിവർത്തിയില്ലാത്തവരായി തീർന്നു എന്നാണ് പറയുന്നത്. പലർക്കും ആഹാരമില്ലാതെ വസ്ത്രം മാറി ഉടുക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിലിട്ട് അവിടുത്തെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്.
അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ജൂൺ 3 പദ്ധതിക്ക് തയ്യാറാക്കിയത്. തുടക്കം കുറിച്ചത് ആരാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതി. അതിന് വേറൊരു പേരാണ് ഏത്? ജൂൺ 3 പദ്ധതി അല്ലേ? അതിന്റെ വേറൊരു പേരുണ്ട്, ഡിക്കി ബേഡ്. ഈ മൗണ്ട് ബാറ്റനെ പണ്ട് കൂട്ടുകാരൊക്കെ വിളിച്ചിരുന്ന ഡിക്കി ബേഡ് എന്നാണ്. അതുകൊണ്ടാണ് ആ ഡിക്കി ബേഡ് പദ്ധതി എന്നറിയപ്പെടുന്നത് അല്ലേ? വേറൊരു പേരൂടെ ഉണ്ട്, പറയോ? ബാൽക്കൺ പദ്ധതി. ഏതാണ്? ബാൽക്കൺ പദ്ധതി. അപ്പൊ 4 പേര് പഠിച്ചു. ഏതൊക്കെയാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേഡ് പദ്ധതി, ബാൽക്കൺ പദ്ധതി. ഇനി ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യ സ്വതന്ത്രമാകാൻ കാരണമായ നിയമം? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യ സ്വതന്ത്രമാകാൻ കാരണമായ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്ന് നമുക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടും അല്ലേ? 47 തന്നെ തൊട്ട് മുമ്പാണ് അവതരിപ്പിച്ചത്. ജൂലൈ 4-നാണ്. 1947 ജൂലൈ 4. ഓക്കെയാണ്. ഇനി ഇത് പാസ്സാക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി ഈ നിയമം 1947 ജൂലൈ 4 അവതരിപ്പിച്ചു. പിന്നെ ഒരു 14 ദിവസം കഴിഞ്ഞപ്പോൾ പാസ്സാക്കി. ജൂലൈ 18. 1947 ജൂലൈ 18 എന്ത് ചെയ്തു? പാസ്സാക്കി. അപ്പം ഇത് ഈ ഡേറ്റ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് വർഷം ഉൾപ്പെടെ പറ. 1947 ജൂലൈ 18. അപ്പം ആ സ്റ്റേറ്റ്മെന്റും നമ്മൾ ക്ലിയർ ചെയ്തു. ഓക്കേണാ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗത്തിലെ ഉത്തരം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ വിഭാഗത്തിലെ കാൺപൂർ എന്ന് തന്നിട്ടുണ്ട്, പുറത്ത് നാനാ സാഹിബ് എന്ന് കണ്ടിട്ടുണ്ട്. ഇതെല്ലാവർക്കും അല്ലേ? PSC പരീക്ഷ എഴുതണ എല്ലാവർക്കും എഴുതാം അല്ലേ? കാൺപൂരിൽ നാനാ സാഹിബ്. അത് ബിയിൽ തന്നിട്ടുണ്ട്. ബിയിൽ 6 എന്ന് കൊടുത്തിട്ട് ഇപ്പുറത്ത് ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. 6 നേതൃത്വം നൽകിയത് 6. നമ്മളൊരു കോഡ് പഠിച്ചല്ലേ? 6 ബിയർ വെച്ചു. ആര് വെച്ചു? ജഗദീഷ് വെച്ചു. ജഗദീഷ് ബിയർ എടുത്ത് 6 വെച്ചു. ആരും കാണാതെ. കൺവർസിങ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കൺവർസിങ്. ജഗദീഷ് ബിയർ എടുത്ത് 6 വെച്ചു, കാണാതെ. അപ്പൊ കാണാതെ കൺവർസിങ്. അപ്പൊ 6 ബീഹാറില് കൺവർസിങ്, ജഗദീഷ് പൂരില് കൺവർസിങ്. ഈ 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 6, ബീഹാർ, ജഗദീഷ് പൂര്. ആര് നേതൃത്വം നൽകി? കൺവർസിങ് അല്ലേ? ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിൽ ബഹദൂർ ഷായും ഒരാളൂടെ ഉണ്ട്, ഫക്ത് ഖാൻ. ബഹദൂർ ഷായും ഫക്ത് ഖാനും. ഓർമ്മയില്ലേ? ഡൽഹിയിലേക്ക് മറക്കാൻ പാടുണ്ടാ? അപ്പോൾ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷായും ഫക്ത് ഖാനും അല്ലേ? ഷാമൽ. ബറൌട്ടിൽ നേതൃത്വം നൽകിയതാണ് ഷാമൽ. ഇനി ഇതും മറക്കൂല, നമുക്കറിയായിരിക്കും. ക്ലാസ്സിൽ മൊബൈൽ സൈലന്റ് ചെയ്ത് വെച്ചാണ്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദ്. ലക്നൌല് ബീഗം ഹസ്രത്ത് മകൾ. ആഗ്രയില് ഹസ്രത്ത് മകൾ. അയോധ്യയില് ബീഗം ഹസ്രത്ത് മകൾ. അപ്പം ലക്നൗ, ആഗ്ര, അയോധ്യയിലേക്ക് നേതൃത്വം നൽകിയതാണ് ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ 6 ആരാ? കൺവർസിങ്. വേറെ എവിടെയൊക്കെ നടത്തി? ജഗദീഷ്പൂർ. ഓക്കെ, അടുത്ത 1-2 സ്ഥലങ്ങളൂടെ പറയട്ടാ. പറയാൻ പറ്റുമോ? ഗോളിയോറിൽ റാണി ലക്ഷ്മി. ഝാൻസിയിലും ഗോളിയോറിലൊക്കെ ആരാണ്? റാണി ലക്ഷ്മി. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. ഖാൻ ബഹദൂർ ഖാൻ. ഖാൻ അബ്ദുൽ ജാഫർ ഖാൻ വേറെ. ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ. ഹരിയാനയിൽ അറിയാമോ? റാവു തുലാറാം. ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം. ആസാമിൽ അറിയാമായിരിക്കുമല്ലോ? ആസാമില് മണിറാം ദത്ത. മധുര ദേവി സിംഗ്. മധുര ക്ഷേത്രം അല്ലേ? ആരായിരിക്കും? മധുര. ഏത് മധുരയാണ്? രഥത്തിൻ്റെതായാണ്. അപ്പൊ എവിടെയായിരിക്കും? ഉത്തർപ്രദേശ്. തമിഴ്നാട്ടിലെ മധുര ഞാൻ മറിച്ചിട്ടതാ അല്ലേ? മധുര ദേവി സിംഗ്. അലഹബാദ് അറിയോ?
ലിയാഖത്ത് അലി. ലിയാഖത്ത്. അലഹബാദിൽ നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട എവിടെയാ? നിറച്ച്. മീററ്റ്. അവിടെ നേതൃത്വം നൽകിയത് കദം സിംഗ്. കദം സിംഗ്. മീററ്റിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് കദം സിംഗ്. അവധില് അവധ് ബേഗം ഹസ്രത്ത് മഹൽ. ബേഗം ഐസാസ് റസൂൽ അല്ലേ? അതെവിടെയാണ്? ഭരണഘടന നിർമ്മാണ സമിതിയിലാണ് നീ പോകണത്. അവധില് ആരൊക്കെയാണ്? ബേഗം ഹസ്രത്ത് മഹൽ. ഈ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം അവധ്. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഏത്? അവധ്. ഈ അവധിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആര് പറഞ്ഞെന്ന് പറയാം? ഒന്നുകൂടെ പറയാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയാം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചു. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി വിശേഷിപ്പിച്ചാരാ? ബ്രിട്ടീഷുകാരനായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ചെറി എന്ന് പറയുന്നത്. ഡൽഹൌസി. ആരാണ്? ഡൽഹൌസി. ഒരു കിടിലൻ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട മലയാറ്റൂരിന്റെ നോവൽ അമൃതം തേടി. മലയാറ്റൂരിന്റെ നോവൽ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട മലയാറ്റൂരിന്റെ നോവൽ അമൃതം തേടി. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത്? റിലീഫ് ഓഫ് ലക്നൗ ബാർക്കൺ. തോമസ് ബാർക്കൺ. ആരാണ്? തോമസ് ബാർക്കൺ. ഒരു ചോദ്യം കൂടെ തിരിഞ്ഞു പോലെ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്? പാറ്റേൺ. ജോസഫ് നോയൽ പാറ്റേൺ. ആരാണ്? ജോസഫ് നോയൽ പാറ്റേൺ. ആദ്യം പറഞ്ഞ റിലീഫ് ഓഫ് ലക്നൗ വരച്ചത് തോമസ് ബാർക്കൺ. ഇൻ മെമ്മോറിയൽ എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റേൺ. ഇത് പരീക്ഷാ ഹാളിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് 2 ഓപ്ഷനും വരുമ്പോൾ തിരിഞ്ഞു പോകും. നമുക്ക് ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇൻ മെമ്മോറിയം അല്ലേ? മെമ്മറിയിൽ വരുന്നത് പാറ്റേൺ. നമ്മൾ പാറ്റേൺ വരയ്ക്കുമ്പോഴല്ലേ മെമ്മറിയിൽ വരുന്നത് അല്ലേ? മെമ്മറി ഉപയോഗിക്കണം. നമ്മളൊരു പാറ്റേൺ വരയ്ക്കുമ്പോൾ അത് മെമ്മറിയിൽ നിന്ന് ഉപയോഗിക്കണ്ടേ? അപ്പം ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് പാറ്റേൺ ആണ്, ജോസഫ് നോയൽ പാറ്റേൺ. അപ്പം രണ്ടാമത്തെ ആളെ നമുക്ക് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കിട്ടൂലേ? തിരിഞ്ഞു പോവോ? ഇല്ല. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം വായിക്കട്ടെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്? ഒന്നാമത്തെ 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1946 ഡിസംബർ 10. ശരിയാ തെറ്റാ? ഡിസംബർ 10 ശരി. 46 അല്ല, 48 ആണ്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് എന്ത് പ്രഖ്യാപനം നടത്തിയത്? മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അപ്പൊ വർഷം പറ. 1948 ഡിസംബർ 10. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ശരിയാ തെറ്റാ? ജനുവരി 1. ശരിയാണ്. 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ? ഏതാണ്? ജനീവയാണ്. ജനീവയാണ്. ഓക്കെ. അപ്പൊ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയെന്നാണ് 1948 ഡിസംബർ 10. ലോക വ്യാപാര സംഘടന ആരംഭിച്ചത് 95 ജനുവരി 1 അല്ലെ? ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട്. തിരിഞ്ഞു പോകല്ലോ. ലാറ്ററൈറ്റ്, ഗ്രാനൈറ്റ്, മണൽക്കല്ല്, ഇതൊക്കെ ഓപ്ഷനിലുണ്ട്. ബസാൾട്ട് പാറ പൊടിഞ്ഞാണ് ഏതുണ്ടാകുന്നത്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്നും പറഞ്ഞ് നമ്മൾ PSC പഠിക്കൂല. എന്താണ്? ഏത് മണ്ണ്? റിഗർ മണ്ണ്. ഏതാണ്? റിഗർ മണ്ണ്. ഈ പാറ പൊടിഞ്ഞ് കറുത്ത മണ്ണ്, റിഗർ മണ്ണ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകും. ഓക്കെ. ഇനി ഈ നമ്മൾ പറഞ്ഞ ഏത് പാറ പൊടിഞ്ഞാണ്? ബസാൾട്ട്. ഈ ബസാൾട്ട് ഏത് ശിലകൾക്ക് ഉദാഹരണമാണ്? പറയാം. ആഗ്നേയശില. ബസാൾട്ട് ഏത് ശിലകൾക്ക് ഉദാഹരണമാണ്? ആഗ്നേയശില. ആഗ്നേയശില ഇംഗ്ലീഷിൽ എങ്ങനെ പറയും?
ഇഗ്നീഷ്യസ്. അതാണ് ഇഗ്നീഷ്യസ് റോക്ക് എന്നാണ് പറയുന്നത്. ആഗ്നേയ ശില. എത്ര ശിലകളുണ്ട് പ്രധാനമായും? 3. ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ഒന്നുകൂടെ പറ. ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ഒന്നുകൂടെ പറ. ആഗ്നേയശില, അവസാദശില, കായാന്തരിത. ഈ ആഗ്നേയശിലകൾ എങ്ങനെയാ ഉണ്ടാകുന്നത്? അത് മറ്റേ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാവ പുറത്തു വന്നാണ്, അത് ഉറഞ്ഞാണ് ആഗ്നേയശിലകൾ ഉണ്ടാവുന്നത് അല്ലേ? അപ്പൊ അവസാദശില പേര് പോലെ തന്നെ അവസാദങ്ങൾ കൊണ്ടുവരുന്നു. അത് നദിയിൽ തന്നെ എന്നില്ല അല്ലേ, കടലിൽ തിരമാലയാവാം, കാറ്റിൽ നിന്നുണ്ടാവാം. അങ്ങനെയല്ല അവസാദങ്ങൾ. കാറ്റ്, ഒഴുക്കുവെള്ളം, തിരമാല എന്നിവയുടെ പ്രവർത്തനമായാണ് രൂപം കൊള്ളുന്നത് അല്ലേ? ഇനി ഒരു ചോദ്യം ചോദിക്കടാ. ഈ ഫോസിലുകൾ എവിടെ കാണപ്പെടും? ആഗ്നേയശിലയെ കാണും, അവസാദം കാണും? ഈ വന്ന അടിയണയാണ്. ഫോസിലുകൾ അവസാദശിലയിലല്ലേ? ആഗ്നേയശില മറ്റേ ലാർവ വെളിയിലൊന്നല്ലേ, അതിലെന്തായാലും ഫോസിൽ കാണില്ല. അതിൽ ധാതുക്കൾ ഉണ്ടാവും കേട്ടോ. ലോഹവും അയിരുകളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഏത്? ആഗ്നേയശില അല്ലേ? അവസാദശിലയിൽ വരുമ്പോൾ എന്ത് കാണും? ഫോസിലുകളാണ്. ഇനി കായാന്തരിത ശില എന്താ? കായാന്തരിത ശില എന്ന് വെച്ചാൽ കായാന്തരത്തിൽ എന്ന് പഠിച്ചു വെച്ചിരുന്നു. ഈ ആഗ്നേയവും അവസാദവും ഒക്കെ കാലാന്തരത്തിൽ എന്താവും? കായാന്തരിത ശിലയാവും. അതായത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ഒക്കെ എന്ത് ചെയ്യും? ശിലകൾക്ക് മാറ്റം സംഭവിക്കും. ഇങ്ങനെയാണ് ഏതുണ്ടാവുന്ന? കായാന്തരിത ശില ഉണ്ടാകുന്നത്. അതായത് ചുണ്ണാമ്പ് കല്ല്, അവസാദ ശിലയായ ചുണ്ണാമ്പ് കല്ല് മാറ്റം വന്ന് എന്തുണ്ടാവും? മാർബിൾ. ചുണ്ണാമ്പ് കല്ലാണ് പിന്നെന്താവുന്ന? മാർബിൾ. നമ്മൾ ഗ്രാനൈറ്റ് പറഞ്ഞില്ലേ? ഗ്രാനൈറ്റ് ഏത് ശില? ആഗ്നേയശില. ഗ്രാനൈറ്റ് ഏത് ശിലയാണ്? ആഗ്നേയശില. ഈ ഗ്രാനൈറ്റ് ശില പിന്നീട് നൈസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും, അത് അവസാദം. നൈസ് എന്താണ്? അവസാദം. അപ്പൊ ഗ്രാനൈറ്റ് എന്താണ്? നൈസ് കായാന്തരിത ശില. കായാന്തരത്തെ രൂപം സംഭവിച്ചാൽ നൈസ് എന്താണ്? കായാന്തര ശില. ഏതിൽ നിന്നാണ് നൈസ് ഉണ്ടാവുന്നത്? ഗ്രാനൈറ്റ്. അപ്പൊ ഗ്രാനൈറ്റ് ഏത് ശിലയാണ്? ആഗ്നേയശില. ക്ലിയർ ആണല്ലോ? കളിമണ്ണ്, അവസാദ ശിലയായ കളിമണ്ണിൽ നിന്ന് പിന്നീട് സ്ലേറ്റ് ഉണ്ടാവും. സ്ലേറ്റ് എന്താണ്? കായാന്തര ശില. അപ്പൊ 3 കായാന്തര ശിലകൾ ഞാൻ ഇപ്പം പറഞ്ഞില്ല, ഓർമ്മ ഉണ്ടോ? മാർബിള്, നൈസ്, സ്ലേറ്റ്. ഏതൊക്കെയാണ്? മാർബിള്, നൈസ്, സ്ലേറ്റ്. അപ്പൊ ശിലകൾ എന്താണെന്നൊരു ധാരണ ഉണ്ടായല്ലോ, ധാരണകൾ വന്നല്ലോ ശിലകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ പ്രവാഹത്തിന് കാരണമാകുന്ന വാതകം. അതിന് ഓപ്ഷൻ വായിക്കണ്ടല്ലോ. ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാ ചോദിക്കട്ടാ, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയത്? അല്ല, ബ്ലാക്ക്. ജോസഫ് ബ്ലാക്ക്. ആരാണ്? ജോസഫ് ബ്ലാക്ക്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെത്തിയതാണ് ജോസഫ് ബ്ലാക്ക് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിന് കുറെ പ്രത്യേകതകളുണ്ട്. ഒന്ന് ഫയർഫോഴ്സിലൊക്കെ അല്ലെ, അഗ്നി ശമന കേന്ദ്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? കാർബൺ ഡൈ. സോഡാജലം ഉണ്ടാക്കുന്നതിന് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? തെളിഞ്ഞ PSC പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാൻ സഹായിക്കുന്ന വാതകം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. എന്നാ ഒരു പ്രീവിയസ് കൂടെ ചോദിക്കട്ടെ. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത്? ഡ്രൈ ഐസ്. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത് ഡ്രൈ ഐസ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു. ഇതിൽ ഓപ്ഷനിൽ ഓസോൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട് അല്ലേ? ഈ ഓക്സിജൻ കണ്ടെത്തിയത് ആരാ? ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്സിജൻ എന്ന പേര് കൊടുത്തത് ലാവോസിയ. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റ്ലി, പേര് കൊടുത്തത് എന്നാ പറ? ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8. ഓക്സിജന്റെ ഒരടി കൊടുത്ത് തലയിൽ. ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8. നൈട്രജൻ കണ്ടെത്തിയത്? എന്ത് റുദർഫോർഡ്? ഡാനിയൽ. തിരിഞ്ഞു പോലെ, അതുകൊണ്ടാണ് ഏത് റുദർഫോർഡ് എന്ന് വെച്ചാൽ. നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റുദർഫോർഡ്. നൈട്രജന്റെ അറ്റോമിക നമ്പർ 7. ഇനി ഓപ്ഷനിലുള്ള ഓസോൺ കൂടെ ഉള്ളു അല്ലേ? 2 കാര്യങ്ങൾ പറയാം. എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് O3 ഉണ്ടാവും? സോറി, ഓസോൺ ഉണ്ടാവും 3. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ. ഓസോൺ കൂടുതൽ കാണപ്പെടുന്ന പാളി? സ്ട്രാറ്റോസ്ഫിയർ അല്ലേ? സ്ട്രാറ്റോസ്ഫിയർ. പ്രധാനമായി എത്ര പാളികൾ? TSMT. 5 ഉണ്ട്. എന്നാലും നാളെ നമ്മൾ പ്രധാനമായും പഠിക്കും. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിയസോസ്ഫിയർ, തെർമോസ്ഫിയർ. TSMT. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇത്രയും കാര്യങ്ങൾ 4 പാളികളാണ് ഉള്ളത്. ഇതിൽ ഓസോൺ പാളി കാണപ്പെടുന്ന എവിടെയാ? സ്ട്രാറ്റോസ്ഫിയർ. എത്രാമത്തെ? 2ാമത്തെ അല്ലേ?
രണ്ടാമത്തേലാണ് ഓസോൺ. ഓസോൺ ദിനം ഒന്നായി. ഓസോൺ ദിനം സെപ്റ്റംബർ 16. അത് നമുക്കറിയാം. ഈ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന വാതകം CFC അല്ലേ? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ CFCയിലെ ഘടകങ്ങൾ അറിയാലോ, അതും ചോദിച്ചിട്ടുണ്ട്. ക്ലോറിനുണ്ട്, ഫ്ലൂറിനുണ്ട്, കാർബണുണ്ട്. ഇതൊന്നും വീണ്ടും പറയേണ്ട ആവശ്യമേ ഇല്ല. അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ ചോദിക്കുക. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ്? ഇന്ദിരാ കനാൽ. ഓപ്ഷൻ തരാം. ചിനാബ്, ചലം, രവി, സത്ലജ്. പറഞ്ഞോ, അത് തന്നെ, സത്ലജ്. ഏതിലാണ്? സത്ലജ്. ഈ ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് ഏത്? രാജസ്ഥാൻ കനാൽ. ഈ സത്ലജിൽ നിന്നും എന്ത് ചെയ്തു? ഒരു കനാൽ ഉണ്ടാക്കി രാജസ്ഥാനിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രോഗ്രാമാണ് ഏത്? രാജസ്ഥാൻ കനാൽ. അതിന്റെ പുതിയ പേരാണ് ഏത്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലായിരുന്നു ഏത്? ഇന്ദിരാഗാന്ധി കനാൽ. സത്ലജ് കേട്ടിട്ടുണ്ടല്ലോ, പ്രത്യേകത പറയാൻ പറ്റും? ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലുതാണ്. എങ്ങനെ പറയാം? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത്? സത്ലജ്. ക്ലിയർ ആണോ? സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണെങ്കിൽ ബിയാസ്. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി പൂർണ്ണമായും ബിയാസ്. ചിനാബൊക്കെ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ചിനാബ്. പക്ഷെ പൂർണ്ണമായും ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലൂടെയൊക്കെ ഒഴുകുന്നു അല്ലേ? എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി, ഏറ്റവും വലുത് സത്ലജ്, ഏറ്റവും ചെറുത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ് അല്ലേ? ഈ ബിയാസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ട് പറയാമോ? പോങ് കേട്ടിട്ടുണ്ടോ? പോങ് അണക്കെട്ട്. പോങ് അണക്കെട്ട് ഏത് നദിയിൽ എന്ന് വെച്ചാൽ ബിയാസ്. 2-3 അണക്കെട്ടുകൾ ചോദിക്കട്ടെ. ഇന്ദിരാസാഗർ എവിടെയാ? ഇന്ദിരാസാഗർ. നേരത്തെ പറഞ്ഞ ഇന്ദിരാ കനാൽ അതെവിടെയാണ്? സത്ലജ്. ഇന്ദിരാ കനാലാണത്. ഇത് ഇന്ദിരാസാഗർ ഡാം നർമ്മദയിലാണ്. ഏത് സംസ്ഥാനത്തെന്ന് പറയാമോ? ഇന്ദിരാഗാന്ധിയിൽ ഇന്ത ഉണ്ടല്ലേ? ആ ഇന്ത കണക്ട് ചെയ്താൽ മധ്യപ്രദേശ്. ഓക്കെ. ഇന്ദിരാസാഗർ ഡാം നർമ്മദ ഏത് സംസ്ഥാനത്ത്? മധ്യപ്രദേശ്. എന്നാൽ സർദാർ സരോവർ ഡാം അത് നർമ്മദയിൽ തന്നെ, പക്ഷെ ഏത് സംസ്ഥാനത്താണ്? സർദാർ ഏതാണ്? ഗുജറാത്തിലെ സർദാറാണ് കേട്ടോ, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നാഗാർജുന സാഗർ, നാഗവും ഉണ്ട് അർജുനനും ഉണ്ട്. ദൈവത്തിന്റെ പേര് കൃഷ്ണ. നാഗാർജുന സാഗർ കൃഷ്ണ. എന്നാ പറ കൃഷ്ണരാജസാഗർ, അത് കാവേരിയിലാണ്. അത് കാവേരി. നാഗാർജുന സാഗർ കൃഷ്ണയിലും കൃഷ്ണരാജസാഗർ കാവേരിയിലും. രഞ്ജിത്ത് സാഗർ ആണെങ്കിലോ? രഞ്ജിത്ത് സാഗറിന് വേറൊരു പേരുണ്ട്, തേൻ ഡാം എന്നാണ് കേട്ടോ. തേൻ. രഞ്ജിത്ത് പറഞ്ഞ ഒരു സിന്ധു, രവി. രഞ്ജിത്ത് സാഗർ ആണെങ്കിൽ രവി നദി. ഉറി ജലവൈദ്യുത പദ്ധതി ചലം അല്ലേ? ഉറി. ഈ നമ്മൾ എവിടെ കേട്ടിട്ടുണ്ടല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടന്നില്ലേ? ആ സമയത്ത് ഏതിലാ തുറന്നു വിട്ട? ഉറി ഡാമിലെ വെള്ളമാണ് എന്ത് ചെയ്താ തുറന്നു. അപ്പൊ ഏത് നദിയിലാണ് ഉറി ഡാം? ചലം. ഓക്കെ. അപ്പൊ ഇന്ദിരാസാഗർ ഡാം നർമ്മദ. സർദാർ സരോവർ നർമ്മദ ഏത് സംസ്ഥാനം? നാഗാർജുന സാഗർ കൃഷ്ണരാജസാഗർ. രഞ്ജിത്ത് സാഗർ ആണെങ്കിൽ രവി. രഞ്ജിത്ത് സാഗറിന്റെ വേറൊരു പേരാണ് തേൻ കേട്ടോ, പഞ്ചാബിലാണ് തേൻ ഡാം. ഇനി ചിനാബ് നദിയെ പറഞ്ഞല്ലോ, ബഗ്ലിഹാർ, സലാൽ, ദുൽഹസ്തിയൊക്കെ ചിനാബിലാണ്. ഏതൊക്കെയാണ്? ബഗ്ലിഹാർ, സലാല്, ദുൽഹസ്തി ഏതൊക്കെയാണ്? ചിനാബ് നദിയിലാണ്. പോങ് അണക്കെട്ടാണെങ്കിലോ? ബിയാസ്. നേരത്തെ പറഞ്ഞു പോങ് അണക്കെട്ടാണെങ്കിൽ ബിയാസ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിൽ പോവാം. ഇനി 1-2 ചോദ്യങ്ങളൂടെ നോക്കി നിർത്താം. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ. നമുക്കറിയാന്നുള്ള പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി, ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം, ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഏത്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറിയാണ് ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ്. ഏറ്റവും ജനസംഖ്യ കുറവ് എവിടെയാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള ചോദിച്ചാൽ സാക്ഷരത കേരളത്തെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി എവിടെയാണ്? എറണാകുളം അല്ലെ? ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്
ആന്ത്രോത്ത്. ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര. മറക്കല്ലേ, ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്, ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ബിത്ര അല്ലേ. ഇനി ഒരു ലക്ഷദ്വീപിൽ ഒരു വിമാനത്താവളമുണ്ട്. എവിടെ സ്ഥിതി ചെയ്യുന്നു? അഗത്തി. അഗത്തി. അഗത്തി വിമാനത്താവളം എവിടെയാണ്? ലക്ഷദ്വീപിലാണ് അല്ലേ. ഇനി നോക്കിയോ, ഒരു പക്ഷി സങ്കേതത്തിന്റെ പേര് പറഞ്ഞു. പിറ്റി. 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 പിറ്റി പക്ഷി സങ്കേതം എവിടെയെന്ന് വെച്ചാൽ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം പറഞ്ഞു കവരത്തി. ലക്ഷദ്വീപ് എത്ര ദ്വീപുകൾ കൂടിച്ചേർന്നാണ്? 36 ദ്വീപുകൾ കൂട്ടിച്ചേർത്താണ് ലക്ഷദ്വീപ് ഉണ്ടാകുന്നത്. ഒരു ചോദ്യം ചോദിക്കാം, പ്രീവിയസ് ആണ്. ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള മിനിക്കോയ് ദ്വീപ്, ലക്ഷദ്വീപിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ളതാണ് മിനിക്കോയ് ദ്വീപ്. ഈ മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളുമായിട്ട് വേർതിരിക്കുന്ന ചാനൽ 9 ഡിഗ്രി ചാനൽ. പ്രീവിയസ് ആയതുകൊണ്ട് നമുക്കറിയാം അല്ലേ എത്ര ഡിഗ്രി ചാനൽ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ലക്ഷദ്വീപിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള മിനിക്കോയ് ദ്വീപിനെ മറ്റ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്നതാണ് 9 ഡിഗ്രി ചാനൽ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ, പറയാൻ പറ്റൂ? കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം. ക്ലൂ തരാം, തമിഴ്നാടിന്റെ ഭാഗമാണ് പുതുച്ചേരി. ഏതാണ്? പുതുച്ചേരി. അപ്പൊ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമനും. സ്ത്രീയും പുരുഷനെയും ആലോചിച്ച കേട്ടോ, ദാമനും ദിയും. ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ, ഉത്തരം പറയാൻ പറ്റും. കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായി വരുന്ന സ്ഥലം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. നമ്മളെ കോഴിക്കോടിനും കണ്ണൂരിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മളവിടെയൊക്കെ മാഹി വഴി പോകുമ്പോൾ അറിയാം അല്ലേ, റോഡ് സൈഡിലൊക്കെ നിറയെ കുപ്പികൾ ഇങ്ങനെ കണ്ണാടി ഗ്ലാസ്സുകളിൽ ഇങ്ങനെ അടിക്കും. അവിടെ തന്നെ ഇരുന്ന് അടിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ, സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കണം. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിച്ചാൽ മാഹി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല പറയാമോ? വലിയ ജില്ല ഗുജറാത്തിലുള്ള കച്ച്. കച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ കച്ച്. തിരിഞ്ഞു പോലെ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം. നേരത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ഇപ്പോൾ ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീരാണ് കേട്ടോ. നമ്മളെ പൂർണ്ണമായും ഇന്ത്യക്കകത്തുള്ള പ്രദേശമാണ് ലഡാക്ക്. എന്നാൽ ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ കുറേ ഭാഗം POKയിലാണ്, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. അത് നമ്മുടെ ഭാഗം തന്നെയാണ് അല്ലേ, നമ്മുടെ ഭാഗമായിട്ട് അംഗീകരിച്ച സ്ഥലം, നമ്മളെ ഭൂപടത്തിലുള്ള. അതുകൊണ്ടാണ് ഏത് വന്നത്? ജമ്മു ആൻഡ് കാശ്മീർ. ക്ലിയർ ആണല്ലോ. പാകിസ്ഥാൻ്റെ കയ്യിരിക്കുന്ന കാശ്മീരാണ്. അല്ലെങ്കിൽ ഏത് പറഞ്ഞായിരുന്നു? ലഡാക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഉത്തരം എങ്ങനെ തന്നെ പഠിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ. നമ്മൾ നേരത്തെ ആൻഡമാനെ കുറിച്ച് ഇല്ലല്ലേ? 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡമാനുമായിട്ട് ബന്ധപ്പെട്ട. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ. ഏതാണ്? ബാരൻ. ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക നിർജീവ അഗ്നിപർവ്വതവും സ്ഥിതി ചെയ്യുന്ന അവിടെ തന്നെയാണ്. ഇവിടെ ഏതാണ്? നാർക്കോണ്ടം. ഏതാണ്? നാർക്കോണ്ടം. അപ്പൊ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാനില്. നിർജീവ അഗ്നിപർവ്വതം നാർക്കോണ്ടം. ഏതാണ്? നാർക്കോണ്ട. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാനിൽ തന്നെയാണ്. ഓക്കെ, ഇനി ആൻഡമാനിൽ ഒരു വിമാനത്താവളമുണ്ട്. പോർട്ട് ബ്ലെയറിൽ തന്നെയാണ്. പേര് ഒരു നേതാവിന്റെ പേരാണ്. വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട്. വീർ സവർക്കർ, അത് തന്നെയാണ്, VD സവർക്കർ തന്നെയാണ്. വീർ സവർക്കർ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാൻ. സെല്ലുലാർ ജയിൽ എവിടെയാണ്? ആൻഡമാനിലാണ് അല്ലേ. ആൻഡമാനിൽ പോർട്ട് ബ്ലെയറിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? സെല്ലുലാർ. ഇവിടെയാണ് ഒരു ജ്യോതി ഉള്ളത്. ഏത് ജ്യോതി? ജയിലിലല്ലേ വെച്ചിരിക്കണം. ജയിലിൽ നിന്ന് എന്താണ് നമുക്ക് വേണ്ടത്? സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ജയിലിൽ നിന്ന് എന്ത് വേണം? സ്വാതന്ത്ര്യം വേണം അല്ലേ. അപ്പൊ സ്വതന്ത്ര ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെല്ലുലാർ ജയിലിൽ, ആൻഡമാൻ നിക്കോബാർ. ഇവിടെ ഇനി ഒരു വന്യജീവി സഖ്യത കൂടെ പറഞ്ഞു. ഇന്റർവ്യൂ ഐലൻഡ്. കൊള്ളാല്ലേ? ഇനി മറക്കുമോ? ഇല്ല. ഈ ഇന്ത്യയിലെ വന്യജീവി സങ്കേതങ്ങൾ ചോദിക്കുമ്പോൾ ഈ നമ്മുടെ ഇവിടെ ആൻഡമാനിൽ തന്നെ ഐലൻഡ് എന്ന പേരിലുള്ള 2-3 ഉണ്ട്. അപ്പോൾ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട വന്യജീവി സങ്കേതം ചോദിച്ചാൽ ഉത്തരം ഏത് എഴുതണം? ആൻഡമാൻ. ഇന്റർവ്യൂ ഐലൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാൻ അല്ലേ. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗം ഇന്ദിരാ പോയിന്റ്. അതെവിടെയാണ്? ആൻഡമാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും തെക്ക് ഭാഗമായ ഇന്ദിരാ പോയിന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മതിയാ ഇന്ന്? ഇനി ഒന്നുകൂടെ ചോദിക്കണോ? വേണ്ട. ഇനി അടുത്ത ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ബൈ പറ.